മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട് സന്ദർശിച്ച് രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും. മന്ത്രിമാർ എത്തിയെങ്കിലും അധിക്ഷേപ പരാമർശത്തിൽ മുഖ്യമന്ത്രി മാപ്പു പറയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിഴിഞ്ഞത്തു നിന്നും കാണാതായ ജോണിന്റെ കുടുംബം. മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശങ്ങളിലെ അതൃപ്തിയും കുടുംബം പ്രകടിപ്പിച്ചു. ആ വീഡിയോയും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും അങ്ങനെ അത്തരം പരാമർശങ്ങൾ ഒരു ചെയറിലിരുന്നുകൊണ്ട് പറയേണ്ടതല്ല. അത് ഉറപ്പായിട്ടും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് ആവിപ്പോകുന്നത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഒത്തിരി വ്യക്തവും ഒരു ഫ്യൂച്ചറിൽ അതെങ്ങനെ നിങ്ങളെ ബാധിക്കാതിരിക്കും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അനിരു അശോകൻ ചേരുകയാണ്. അനിരു, കാണാതായത് മുതൽ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി അല്ല നടക്കുന്നത് എന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. ഇന്നിപ്പോൾ 11ാം ദിവസമാണ്. നിരവധി ദിവസം, ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കടലിൽ കാണാതായവരുടെ വീടുകൾ സന്ദർശിക്കുന്നത്. ഇന്ന് രമേശ് ചെന്നിത്തല അടക്കം അവിടെ എത്തുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? വീട്ടുകാരുമായി എന്തൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്? ലിനീഷ, മത്സ്യത്തൊഴിലാളികൾ കടലിൽ കാണാതായിട്ട് ഇന്ന് 11 ദിവസമാണ് ആയിട്ടുള്ളത്. ഈ മത്സ്യത്തൊഴിലാളികളുടെ രക്ഷിക്കുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും സർക്കാർ തലത്തിൽ ഏകോപനം ഉണ്ടായിട്ടില്ല എന്നും ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും പ്രതിപക്ഷവും മത്സ്യത്തൊഴിലാളി സമൂഹവും ആരോപിക്കുന്നതിനിടയിലാണ് ഇന്ന് 11ാം ദിവസം നീണ്ടകരയിലും വിഴിഞ്ഞത്തും അതുപോലെ തന്നെ മുതലപ്പുഴയിലും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ആശ്വാസ വാക്കുകളുമായി എത്തുന്നത്. മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറുമാണ് സന്ദർശിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് വിഴിഞ്ഞത്ത് കാണാതായ ജോണിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുന്നത്. പക്ഷേ അവിടെ ജോണിൻ്റെ മകൾ ജിജിയും അതുപോലെ മകനും കടുത്ത നിലപാടാണ് അതുപോലെ തന്നെ പ്രതിഷേധവും അറിയിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരന് നടത്തിയ പരാമർശത്തിൽ അവർ മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്നുള്ള നിലപാടിൽ ജിജി ഉറച്ചു നിൽക്കുകയാണ്. കാരണം അത് വളരെ മത്സ്യത്തൊഴിലാളികൾക്ക് അപമാനകരമാകുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും നടത്തിയതെന്ന് ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയെയും അറിയിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള വീഴ്ചകളും അവർ അക്കമിട്ട് മന്ത്രിമാരുടെ മുന്നിൽ നിരത്തിയിരുന്നു. ഇക്കാര്യത്തിലൊക്കെ തന്നെ അടിയന്തരമായി നടപടി സ്വീകരിക്കാം. ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടമുണ്ടായാൽ അടിയന്തരമായി രക്ഷാപ്രവർത്തനം ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടാണ് ഇവർ പിന്നീട് മുതലപ്പുഴയിൽ കാണാതായിട്ടുള്ള ലിജിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ മരണപ്പെട്ട ഫ്രീമോൻ്റെ വീട്ടിലേക്കും എത്തുന്നത്. നമുക്കറിയാം, ലിജിൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും മന്ത്രിമാരടക്കം വിളിച്ചൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ള നിലയിലേക്ക് വന്നതോടുകൂടി അഞ്ചുതെങ്ങ് തീരദേശ റോഡ് ഉപരോധിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിരുന്നു. മക്കളെയും കൂട്ടി പെരുമഴയത്താണ് കുടുംബാംഗങ്ങളും മത്സ്യത്തൊഴിലാളികളും അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇരു മന്ത്രിമാരും വന്ന് കാര്യങ്ങൾ ധരിപ്പിക്കുകയും തങ്ങളാൽ കഴിയുന്ന സർക്കാരിനാൽ കഴിയുന്ന മനുഷ്യസഹജമായ എല്ലാ തരത്തിലുള്ള പരിശോധനയും അവിടെ നടക്കുന്നുണ്ട്. കുടുംബത്തോടൊപ്പം തന്നെയാണ് സർക്കാരുള്ളത്. കൂടാതെ ഈ ലിജിൻ്റെ മകൻ എന്ന് പറയുന്നത് 4.5 വയസ്സുകാരൻ ഹൃദ്രോഗി കൂടിയാണ്. ആ മകൻ്റെ ചികിത്സയടക്കം സർക്കാർ ഏറ്റെടുക്കാം. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് തൊഴിൽ നൽകുന്നതടക്കം ഉള്ള കാര്യങ്ങളിൽ സർക്കാർ പരിശോധിക്കാമെന്നുള്ള ഉറപ്പാണ് ഇരു മന്ത്രിമാരും നൽകിയത്. കൂടാതെ മുതലപ്പുഴയിൽ ഇനിയൊരു അപകടം നമുക്കറിയാം. കഴിഞ്ഞ വർഷങ്ങളിലടക്കം 84 മത്സ്യത്തൊഴിലാളികളാണ് മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിന് പോയി വള്ളം മറിഞ്ഞ് അപകടപ്പെടുന്നത്. മുതലപ്പുഴി എന്ന് പറയുന്നത് പാറകളും പുലിമുട്ടും നിറഞ്ഞതാണ്. പലപ്പോഴും വള്ളം മറിയുമ്പോൾ ശക്തമായ തിരമാലയിലേറ്റ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഈ പാറയിടിക്കലും പാറയിൽ തലയിടിച്ചുമാണ് ഭൂരിഭാഗവും പേര് മരണപ്പെടുന്നത്. അപ്പോൾ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് ഇവിടുത്തെ പ്രധാന വെല്ലുവിളി എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ പറയുന്നത്. ജോണിന്റെ വീട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മന്ത്രിമാർ സന്ദർശിച്ചു. വിവരങ്ങളാണ് അനിരു അശോകൻ നൽകിയത്.